വനമേഖലയിലൂടെ കടന്നു പോകുന്ന ഒരു KSRTC ബസ് നമുക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ KSRTC ബസ് പോകുന്നു. അതിന് മുമ്പിൽ അതിഥികളായി പലരും എത്തുന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതുപോലെ തന്നെ വളവ് തിരിയുന്നു. പെടുന്നതിനെ ഈ ബസ് ബ്രേക്ക് ചവിട്ടി നിർത്തേണ്ടി വരുന്നു. കാരണം ഒരു അമ്മയും കുഞ്ഞുമാണ് മുന്നിൽ. ഗവി വനയാത്രയിലെ സ്ഥിരം കാഴ്ചയാണ് അവിടെ ആന എത്തുക. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി കൗതുകമായി ഒരു കുട്ടിയാനയുമായിട്ടാണ് അമ്മയാന അങ്ങോട്ടേക്ക് എത്തിയത്. അമ്മ ചവിട്ടുന്നൊക്കെയാണ് പറയാം. CK അഭിലാലുണ്ട്. അഭിലാലെ, ഗവി യാത്രയിൽ ആന എന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. അവിടുത്തെ KSRTC ഡ്രൈവർക്കും അറിയാം, എപ്പോൾ വേണമെങ്കിലും ചവിട്ടേണ്ടി വരും. അവിടെ യാത്ര ചെയ്യുന്നവർക്കും അറിയാം. പക്ഷേ ഇതൊരു അമ്മയും കുഞ്ഞും വരുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു സ്നേഹത്തിൻ്റെതായ ഒരു കാഴ്ച കൂടി ഉണ്ടല്ലേ? നാട്ടിലിറങ്ങുന്ന വന്യജീവികളൊക്കെയാണ് സാധാരണ ഇപ്പോഴത്തെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ കാട്ടിനുള്ളിലെ വന്യജീവികളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗവി എന്ന പ്രദേശം പത്തനംതിട്ട ജില്ലാ കേന്ദ്രത്തിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ്. സംസ്ഥാനത്ത് തന്നെ 80 കിലോമീറ്ററോളം ദൂരം വനത്തിലൂടെ പൊതുഗതാഗതം അനുവദിച്ചിട്ടുള്ള അപൂർവം കേന്ദ്രങ്ങൾ ഒന്നുകൂടിയാണ് ഈ സ്ഥലം. ദൃശ്യങ്ങളുള്ളത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5:30 സംഭവിച്ചതാണ്. പത്തനംതിട്ടയിൽ നിന്നും യാത്ര പുറപ്പെട്ട് ഗവി വഴി കുമളിക്ക് പോയി മടങ്ങി KSRTC ബസ്സാണ് കാട്ടാനകളുടെ മുന്നിൽ പെടുന്നത്. ഗവി കടന്ന് ആങ്ങമൂഴി എത്തുന്നതിന് ഏറെക്കുറെ 5 കിലോമീറ്റർ മുൻപ് ചോരകക്കി എന്ന സ്ഥലത്ത് ബസ് എത്തുമ്പോഴാണ് മുൻപേ പോയ ഇരുചക്ര വാഹന യാത്രികർ പരിഭ്രമിച്ച് മടങ്ങി വരുന്നത് കാണുന്നത്. അങ്ങനെ കാട്ടാനകളുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ഉണ്ടായത്. വാഹനത്തിൻ്റെ ഡ്രൈവർ കടമണ്ട സ്വദേശി ജെയിംസ് ആയിരുന്നു. സാധാരണഗതിയിൽ തന്നെ പലപ്പോഴും റോഡിലും വഴിവെക്കിലും ഒക്കെ തന്നെ വന്യജീവികളെ, പ്രത്യേകിച്ച് ആനയെയും കാട്ടുപോത്തിനെയൊക്കെ കാണാറുള്ളതിനാൽ തന്നെ അസാധാരണത്വം ഒന്നും ജെയിംസിന് തോന്നിയില്ല. അദ്ദേഹം വാഹനം മുന്നോട്ടെടുത്തു. അല്പം ഒരു വളവ് തിരിഞ്ഞ് എത്തുന്ന വേളയിലാണ് 200 മീറ്റർ അകലെ പിടിയാനയും കുട്ടിയാനയും കാണുന്നത്. അങ്ങനെ വാഹനം അവിടെ നിർത്തുകയായിരുന്നു. കുഞ്ഞിന് ഏറെക്കുറെ 1 മാസത്തിന് അധികം പ്രായമില്ല എന്നതിനാൽ തന്നെ ശരി അഭിലാലെ, അപ്പോൾ ഗവിയിലേക്ക് പോകുന്ന ഇനിയിപ്പോൾ ഈ ചൂട് സമയത്ത് ആളുകൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ഗവി. ഒരു അല്പം തണുപ്പൊക്കെ കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷ. അപ്പോൾ പോണ വഴിക്ക് ആനയൊക്കെ ഉണ്ടാവും, കാഴ്ചകളുണ്ടാവും. അത് നല്ല കാഴ്ചകളായിട്ട് അങ്ങനെ പോട്ടെ. ശരി അഭിലാൽ.